എല്ലാവർക്കും സലു കിച്ചണിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് ഞാൻ ഇന്നലെ തന്നെ ബാറ്റർ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാ രാവിലെ വന്ന് ഞാൻ നോക്കുമ്പോഴേക്കുണ്ട് കറക്റ്റ് പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് നന്നായിട്ട് ഒന്ന് ഇളക്കിയെടുക്കണം. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി വേണം എന്നുള്ളവർ പറഞ്ഞാൽ മതി. നല്ല പെർഫെക്റ്റ് ബാറ്ററാണ് കേട്ടോ ഇത്. അപ്പം നമ്മൾ ഇതുപോലെയൊക്കെ അരച്ചൊക്കെ വയ്ക്കുന്ന സമയത്ത് നമുക്ക് രാവിലെ പിന്നെ വലിയ ധൃതിയും കാര്യങ്ങളൊന്നും ഉണ്ടാവത്തില്ല അല്ലേ. കാരണം നമ്മൾക്ക് ഇതുപോലെ മാവ് റെഡിയാണല്ലോ. ഇപ്പം ചപ്പാത്തി അങ്ങനെയൊക്കെ ഉണ്ടാക്കാനാണ് നമുക്ക് കുറച്ച് ടൈം വേണ്ടി വരുന്നത്. പിന്നെ ഞാൻ ഇതുപോലെ സവാളയൊക്കെ പൊളിച്ചെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കുകയാണ്. ചില സമയങ്ങളിൽ എനിക്കിങ്ങനെയാണ് കേട്ടോ. സ്ലൈസറും ചോപ്പറും ഒക്കെ ഉണ്ടെങ്കിലും ഇതുപോലെ കൈകൊണ്ട് കട്ട് ചെയ്തെടുക്കുന്നതാണ് ചില സമയങ്ങളിൽ എനിക്കിഷ്ടം കേട്ടോ. നിങ്ങൾക്കൊക്കെ എങ്ങനെയാണ്? ഇതുപോലെ കൈകൊണ്ട് അരിഞ്ഞെടുക്കുന്നതാണോ ഇഷ്ടം, അതേ ഇതുപോലെ ചോപ്പറിലും സ്ലൈസറിലും ഒക്കെ ഇട്ടെടുക്കുന്നതാണോ ഇഷ്ടം എന്നുകൂടി പറയുക കേട്ടോ. പിന്നെ ഞാൻ ഇതുപോലെ പച്ചമുളകും ഒക്കെ ഒരു കണ്ടെയ്നറിലാക്കിയാണ് വെക്കുന്നത്. ഞെട്ട് കളയത്തില്ല കേട്ടോ. ഞെട്ട് കളഞ്ഞാൽ പെട്ടെന്ന് കേടായി പോവും. അപ്പം ഞാൻ ആവശ്യത്തിനുള്ളത് ഇതുപോലെ ഒരു കണ്ടെയ്നറിൽ ഇട്ട് വെക്കും. ചിലപ്പോൾ അതിൻ്റെ മീതെ ഒരു ടിഷ്യൂ എല്ലാം വെച്ച് വെക്കുമ്പോഴേക്കും അത് ചീത്താകത്തൊന്നുമില്ല. ഈർപ്പമുള്ളത് ആ ടിഷ്യൂ എടുക്കുമല്ലോ. പിന്നെ സമയം കിട്ടുന്ന അനുസരിച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും കൊച്ചുള്ളിയൊക്കെ ഉണ്ടല്ലോ, അതൊന്ന് പൊളിച്ചു വയ്ക്കുക. അത് ഒരുപാട് അങ്ങ് പൊളിച്ചു വയ്ക്കത്തില്ല കേട്ടോ. കാരണം നിങ്ങൾ കണ്ടിട്ടില്ലേ, നമ്മൾ കുറച്ചധികം പൊളിച്ചു വയ്ക്കുകയാണെങ്കിൽ 2-3-4 ദിവസം കഴിയുമ്പോഴേക്കും അതിൻ്റെ കളർ മാറും. അപ്പോൾ പിന്നെ നമ്മൾക്ക് അത് ഉപയോഗിക്കുമ്പോൾ ഒരു ടേസ്റ്റ് വ്യത്യാസമൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് ഞാൻ ആവശ്യത്തിന് മാത്രം സമയം കിട്ടുന്ന അനുസരിച്ച് ഇങ്ങനെ ചെയ്ത് വയ്ക്കത്തേ ഉള്ളൂ കേട്ടോ. നിങ്ങളൊക്കെ ഇങ്ങനെ ചെയ്ത് വയ്ക്കുന്നവരാണോ അതെ ആ സമയത്ത് തന്നെ എടുക്കുന്നതാണോ? അപ്പം ഞാൻ എൻ്റെ മൂഡ് അനുസരിച്ചാണ് ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കേട്ടോ. പിന്നെ ഞാൻ ഇതിപ്പം നാടൻ രീതിയിൽ തയ്യാറാക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ നമ്മുടെ പെരിഞ്ജീരകം ഉണ്ടല്ലോ അതൊന്ന് ചതച്ചെടുക്കണേ. ഇങ്ങനെ തന്നെയാണ് നിങ്ങൾ കണ്ടിട്ടില്ലേ. ചിലപ്പോൾ ഞാൻ ഈ ചോപ്പറിലിട്ട് ചോപ്പ് ചെയ്തെടുക്കും. ഇതെല്ലാം കൂട്ടിയിട്ട് ഇഞ്ചിയും വെളുത്തുള്ളി പച്ചമുളക് കൂട്ടി എല്ലാം കൂടെ ചേർത്തിട്ട് നല്ലൊരു മൂടുള്ള സമയങ്ങളിൽ ഇങ്ങനെ ചതച്ച് തന്നെ എടുക്കാൻ നോക്കും. പിന്നെ ഈ ജോലിക്കൊക്കെ പോകുന്നവരാകുമ്പം ഇങ്ങനെ ചതച്ച് എടുത്ത് നിൽക്കാനൊന്നും അവർക്ക് സമയം കിട്ടത്തില്ല. പിന്നെ ജോലിക്ക് പോകുന്നവരായാലും പഠിക്കാനൊക്കെ പോകുന്ന കുട്ടികളൊക്കെ ആണെങ്കിലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഫ്രീ ടൈം കിട്ടുമ്പോൾ ഇപ്പം നിങ്ങൾ TV കണ്ടുകൊണ്ടിരിക്കുകയാണെന്ന് കരുതിക്കോ. നിങ്ങൾ കുറച്ച് ഉള്ളിയോ വെളുത്തുള്ളിയോ ഇഞ്ചിയോ ഒക്കെ എടുത്ത് ഒന്ന് പൊളിച്ച് അല്ലെങ്കിൽ ഉള്ളിയുടെ തോലൊക്കെ കളഞ്ഞ് അതൊക്കെ ക്ലീൻ ചെയ്ത് വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പിറ്റേ ദിവസം ഈസി ആയിട്ട് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ തലേ ദിവസം ഇതെല്ലാം റെഡിയാക്കി വെക്കാൻ പറ്റും. ഇപ്പോൾ വെജിറ്റബിൾസ് ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് കട്ട് ചെയ്ത് വെക്കാം. ഇപ്പം എന്നെ സംബന്ധിച്ച് ഞാൻ ഈ കുക്ക് ചെയ്യുന്ന ടൈമിലാണ് ഓരോ കാര്യങ്ങളൊക്കെ ചെയ്ത് വെക്കുന്നത് കേട്ടോ. അല്ലാതെ മുന്നേ കൂട്ടി ഒരു കാര്യം ചെയ്യില്ല. ഞാൻ പറഞ്ഞില്ലേ, ഈ കൂടിയ ചെയ്യുന്നത് ഈ ഇഞ്ചി വെളുത്തുള്ളി അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് വെക്കും, കൊച്ചുള്ളിയൊക്കെ അത്ര മാത്രമേ ഉള്ളൂ. അതും എപ്പോഴും ഒന്നുമില്ല കേട്ടോ. നമ്മൾ ഈ കിച്ചണിൽ കയറി കഴിഞ്ഞാൽ നമ്മൾ കൂടുതൽ സമയം നമുക്ക് എടുക്കുന്നതെന്ന് വെച്ചാൽ ഈ കട്ടിങ്ങിനും അതുപോലെ തന്നെ ക്ലീനിങ്ങിനും ഒക്കെയാണ് അല്ലേ. അപ്പം അതാണ് ഞാൻ പറഞ്ഞത്, നമുക്ക് സമയമുള്ള ടൈമിൽ നമ്മൾ ഇതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്തു വെച്ച് കഴിഞ്ഞാൽ കിച്ചൺ നല്ല നീറ്റായിട്ട് ഇരിക്കുകയും ചെയ്യും. നമുക്കത് പാചകം ചെയ്യാനും പറ്റും. ഇതൊക്കെ ഞാൻ പറയുന്നത് ഇപ്പം ചിലർ സ്ലോ കുക്കിംഗ് ചെയ്യുന്നവരായിരിക്കും. അങ്ങനെയുള്ളവർക്ക് ഇപ്പം ഞാൻ പറഞ്ഞ ഇത് ഉപകാരമായിരിക്കും കേട്ടോ. അല്ലാതെ നല്ല സ്പീഡിൽ കാര്യങ്ങളൊക്കെ നടത്തുന്നവർക്ക് ഇതിൻ്റെ ഒന്നും ആവശ്യം വരത്തില്ല. അപ്പം ഞാൻ ഉള്ളിയൊക്കെ ഒന്ന് വഴറ്റി എടുത്തിട്ടുണ്ട്. അപ്പം അത് ഒരുപാട് അങ്ങ് വഴലാനായിട്ട് നിൽക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പം ഇനി നമുക്ക് ഈ ചതച്ച് വെച്ചിരിക്കുന്നതെല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഈ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ ചോപ്പറിലിട്ട് ചതച്ചെടുക്കുന്നതും അല്ലെങ്കിൽ മിക്സിയുടെ ആ ഒരു ഗ്രൈൻഡറിലിട്ടൊന്ന് ചതച്ചെടുക്കത്തില്ലേ, അതും കല്ലിൽ ചതച്ചെടുക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട് കേട്ടോ. ടേസ്റ്റിൽ വ്യത്യാസമുണ്ട്. കുറച്ചെങ്കിലും അതിൽ ആ ഒരു വ്യത്യാസം നമ്മൾക്ക് ആ കറി കഴിക്കുമ്പം മനസ്സിലാവും കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇന്നിപ്പം ഇങ്ങനെ ചതച്ചെടുത്തത്. അപ്പോൾ ഇതെല്ലാം ചേർത്തിട്ട് നമുക്കിനി ഇതൊന്ന് വഴറ്റി കൊടുക്കാം. പണ്ടൊക്കെ കുക്കിങ് ആണുങ്ങൾ ചെയ്യുക എന്ന് പറഞ്ഞാൽ അതൊരു കുറവായിട്ട് പഴയ ആൾക്കാർ കാണുന്ന ഒരു പ്രവണത ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ പൊടികളെല്ലാം എടുക്കുകയാണ്. അപ്പം നമുക്ക് ആവശ്യത്തിന് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് എടുത്താൽ മതി. അതുകൊണ്ട് തന്നെ ഞാനിവിടെ പ്രത്യേകിച്ചൊരു അളവും കാര്യങ്ങളും ഒന്നും പറയുന്നില്ല കേട്ടോ. അപ്പം ചിലർക്ക് എരിവ് കൂടുതൽ വേണ്ടവരാണെങ്കിൽ മുളക് പൊടി കൂടുതലിട്ടാൽ മതി. പിന്നെ ഞാനിവിടെ കറി വയ്ക്കുമ്പോഴാണെങ്കിൽ നമ്മൾ കാശ്മീരി ചില്ലി ആ മുളക് മാത്രമേ പൊടിച്ച് വെക്കാറുള്ളൂ, മറ്റേ എരിവുള്ള മുളക് എടുക്കത്തില്ല. അപ്പം ഇത് ഉപ്പും ചേർത്തിട്ട് നമുക്ക് ഈ മസാല കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇതിലിപ്പം ഞാൻ മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാലപ്പൊടി, മഞ്ഞൾപ്പൊടി, പെരിഞ്ജീരകപ്പൊടി, ഉപ്പൊക്കെയാണ് ചേർത്തത് കേട്ടോ. അപ്പം ഈ മസാലക്കൂട്ട് നമ്മൾ ഇങ്ങനെ എടുക്കുമ്പോൾ ഉള്ളൊരു ഗുണം എന്ന് പറഞ്ഞാൽ നമ്മളിത് പാനിലേക്ക് ഇടുമ്പോഴേക്ക് കരിഞ്ഞു പോകത്തില്ല. അതുപോലെ തന്നെ നല്ല അരച്ചെടുത്ത മസാലയുടെ ആ ഒരു ടേസ്റ്റ് കിട്ടുകയും ചെയ്യും.
പിന്നെ നമ്മൾ പാചകത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ആരും പാചകം പഠിച്ചിട്ടൊന്നും അല്ലല്ലോ വരുന്നത്. എല്ലാവരും അവരുടെ ജീവിത സാഹചര്യങ്ങൾ കൊണ്ട് പഠിച്ചെടുക്കുന്നതാണ്. അപ്പം ചിലരത് പെട്ടെന്ന് ക്യാച്ച് ചെയ്യും, ചിലരത് സ്ലോലി ആയിരിക്കും പഠിച്ചെടുക്കുന്നത്. പിന്നെ ചിലർക്ക് പാചകത്തിൽ തീരെ ഇൻട്രസ്റ്റ് ഉണ്ടാവത്തില്ല. പക്ഷെ അവർക്ക് പാചകത്തിൽ ഇൻട്രസ്റ്റ് ഇല്ലെങ്കിലും മറ്റെന്തെങ്കിലും മേഖലകളിൽ അവർ നല്ല കഴിവുള്ളവരായിരിക്കും. അപ്പം ഏത് മേഖലയിലായാലും നമുക്കെല്ലാം പടച്ചവൻ ഒരു കഴിവ് തന്നിട്ടുണ്ട്. അപ്പം അത് നമ്മൾ വേണ്ട വിധത്തിൽ വിനിയോഗിക്കാൻ നോക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. പക്ഷെ ആ കഴിവ് എന്താണെന്ന് നമ്മൾ ആദ്യം ഒന്ന് തിരിച്ചറിഞ്ഞിട്ട് നമ്മൾ അതിന് വേണ്ടിയിട്ട് പരിശ്രമിക്കണം. പരിശ്രമിച്ചാൽ കിട്ടാത്തത് എന്തെങ്കിലും ഉണ്ടോ? അപ്പോൾ ഇതാ നമ്മളുടെ മസാലക്കൂട്ട് ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിനിടയിൽ ഞാൻ ഇതിലേക്ക് തക്കാളി ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് നമുക്കൊന്ന് ഇതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. അപ്പം ഇതിപ്പം ഞാൻ ഒരുപാട് അങ്ങ് ഗ്രേവി ഒന്നും ആക്കുന്നില്ല. ഈ രീതിയിലൊന്ന് വഴറ്റിയിട്ടൊന്ന് മൂടി വെച്ച് കൊടുക്കുകയാണെ ഒരു 2 മിനിറ്റിന് ശേഷം മൂടി മാറ്റിയിട്ട് വീണ്ടും നമുക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ആ ഒരു പച്ച മണവും പച്ച ചൊവയൊക്കെ ഉണ്ടല്ലോ അതൊന്ന് മാറിക്കിട്ടും കേട്ടോ. ഇനി നമുക്കിതിലേക്ക് കോക്കനട്ട് മിൽക്ക് പൗഡറാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്, തേങ്ങാപ്പാൽ കേട്ടോ. അപ്പം അത് ഇതുപോലെ ഒന്ന് ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇത്രയേ ഉള്ളൂ കേട്ടോ. സംഭവം ഇവിടെ റെഡിയാണ്. അപ്പം ഇനി നമ്മൾ പുഴുങ്ങിയെടുത്ത മുട്ടയും കൂടി ഇതിലേക്ക് വെക്കുമ്പോൾ നമ്മളുടെ മുട്ടക്കറി റെഡിയാണ്. അപ്പം മുട്ടക്കറി നല്ലൊരു കോമ്പിനേഷൻ അല്ലേ? മുട്ടക്കറിയൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണ്? എന്നും രാവിലെ എഴുന്നേറ്റ് എന്തുണ്ടാക്കും എന്നുള്ള ചിന്തയാണ് കേട്ടോ. അപ്പോഴേക്ക് പിന്നെ പെട്ടെന്ന് മനസ്സിലേക്ക് കടന്നു വരുന്നത് ഇതൊക്കെ തന്നെയാണ്. അപ്പം നിങ്ങളെപ്പോലെ തന്നെയാണ് നമ്മളും രാവിലെ എഴുന്നേറ്റിട്ട് ഇന്ന് എന്ത് ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാക്കും, ഇന്നെന്ത് സരീന് ഓഫീസിലേക്ക് കൊടുത്തുവിടും, ഇങ്ങനെയൊക്കെയുള്ള പല പല ചിന്തകളും ഒക്കെയാണ്. അപ്പം ഇതിപ്പം മുട്ടക്കറി റെഡി ആയപ്പോഴേക്ക് ഞാനിപ്പം ഗ്യാസ് ഓഫ് ചെയ്ത് ഇനിയിപ്പോൾ ഒന്ന് മാറ്റി വെക്കണം. അപ്പം ഇത് കാസ്റ്റ് അയണിൻ്റെ പാൻ ആയതുകൊണ്ടാണ് ഇങ്ങനെ തിളച്ചുകൊണ്ട് തന്നെ ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഞാൻ അപ്പച്ചട്ടി അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ എപ്പോഴും 2 ചട്ടി അടുപ്പത്തേക്ക് വയ്ക്കും കേട്ടോ. കാരണം ഈ എളുപ്പം ഉണ്ടാക്കി മാറാൻ വേണ്ടിയിട്ടാണ്. ഞാൻ എപ്പോഴും പറയാറില്ലേ, പത്തിരിയൊക്കെ ആണെങ്കിൽ ഞാൻ വലിയ പാനാണ് എടുത്ത് വെക്കുന്നത്. അങ്ങനെ വയ്ക്കുമ്പോൾ നമുക്ക് നമ്മളുടെ സമയം കുറേ ലാഭിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതുപോലെ 2 അപ്പച്ചട്ടി വെച്ചിട്ടുണ്ടാക്കുന്നതായിരിക്കും. അംഗങ്ങളൊക്കെ കൂടുതലുണ്ടെങ്കിൽ നല്ലത്. അല്ലെങ്കിൽ നമ്മൾ ഈ ഓരോ അപ്പമായിട്ട് എത്ര നേരം എന്ന് പറഞ്ഞ് അവിടെ നിന്ന് ചുടും. എനിക്ക് പാചകമൊക്കെ ഇഷ്ടമാണെങ്കിലും ഞാൻ എപ്പോഴും പറയുന്നതാണ്, എനിക്ക് അടുക്കളയിൽ കൂടുതൽ സമയം നിൽക്കാൻ ഒട്ടും ഇഷ്ടമുള്ള ആളേ അല്ല കേട്ടോ. അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള അപ്പത്തിൻ്റെ റെസിപ്പിയാണിത്. കാരണം നമ്മളിതിലേക്ക് ഈസ്റ്റ് ഒന്നും ചേർത്തിട്ടില്ല, അല്ലാതെയാണ് ഞാനിപ്പം ഈ അപ്പം റെഡിയാക്കി എടുത്തത്. പിന്നെ കാലാവസ്ഥ നല്ലതാണെങ്കിൽ ഇതുപോലെ കറക്റ്റ് പരുവത്തിൽ നമുക്കിത് പൊങ്ങി വരും കേട്ടോ. ഇതിപ്പം ഞാൻ രാത്രി അരച്ചെടുത്ത മാവായിട്ടാണ് രാവിലെ റെഡിയായി കിട്ടിയത്. നല്ല ചൂടുള്ള സമയമൊക്കെ ആണെങ്കിൽ ഇതൊരു 3 മണിക്കൂർ 4 മണിക്കൂർ ആകുമ്പോൾ തന്നെ റെഡിയായി കിട്ടും കേട്ടോ. അപ്പോൾ അപ്പം റെഡിയായത് ഞാനിങ്ങനെ മാറ്റി വെക്കുകയാണ് കേട്ടോ. കാസറോളിൽ നമ്മൾ വെച്ച് കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ അത് ഒട്ടിപ്പിടിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ഇതാവുമ്പോഴേക്ക് ബ്രാസിൻ്റെ അപ്പച്ചട്ടികളല്ലേ, അപ്പോൾ പെട്ടെന്ന് തന്നെ അപ്പം അതിൽ നിന്ന് ഇളകി വരികയും ചെയ്യും. കാണാനും നല്ല ഭംഗിയാണ്. ഇത് ശരിക്കും പാലപ്പമാണ് കേട്ടോ. പാലപ്പത്തിനൊരു പ്രത്യേകതയുണ്ട്, അറിയുന്നവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യട്ടാ. അറിഞ്ഞൂടെങ്കിൽ അറിഞ്ഞൂടാന്ന് പറയുമ്പോഴേക്ക് ഞാൻ അടുത്ത വീഡിയോയിൽ കറക്റ്റായിട്ട് പറഞ്ഞുതരാം കേട്ടോ. അപ്പവും പാലപ്പവും തമ്മിലുള്ള വ്യത്യാസം എന്താണ് മറന്നുവരുതേ. അറിയണവർ പെട്ടെന്ന് കമൻറ്റ് ചെയ്തു കേട്ടോ. അതുപോലെ തന്നെ തേങ്ങ ചേർക്കാതെ ചിലർ അപ്പം ഉണ്ടാക്കുമല്ലോ. എനിക്ക് പക്ഷെ അത് ഇഷ്ടമില്ല കേട്ടോ. എനിക്ക് തേങ്ങ ചേർത്തിട്ടുള്ള അപ്പമാണ് ഇഷ്ടം. അതിനൊരു പ്രത്യേക രുചിയാണ്. പാലാടയൊക്കെ ആണെങ്കിലും നമ്മൾ കുറച്ച് തേങ്ങയെങ്കിലും അതിലേക്ക് ചേർക്കുമ്പം അതിനൊരു പ്രത്യേക സ്വാദാണ്. അപ്പം ഞാൻ ഇങ്ങനെ അപ്പമൊക്കെ ഉണ്ടാക്കി വെക്കാണ്. ഞാൻ ഇത് റെഡിയാവുന്നതനുസരിച്ച് ഞാൻ ഇതുപോലെ വെക്കുന്നതെന്ന് വെച്ചാൽ, നമ്മൾ കാസറോളാകുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട്, ഇത് നമ്മൾ അടച്ചു വെക്കുമ്പോഴേക്കും അതിൻ്റെ ഈർപ്പം വന്നിട്ട് എല്ലാം കൂടി ഒട്ടിപ്പിടിച്ചിരിക്കും. അപ്പം ഇതിപ്പം നമ്മളിപ്പോൾ കഴിക്കാനുള്ളത് തന്നെയല്ലോ. അതുകൊണ്ട് ഞാൻ ഓരോരുത്തർ റെഡിയാവുമ്പോൾ അങ്ങനെ കൊടുക്കാറില്ല കേട്ടോ. എല്ലാവരും ഒരുമിച്ച് ഡൈനിങ്ങിൽ ഇരിക്കുന്നതാണ് ഇവിടെ പതിവ്. പിന്നെ ചില സാഹചര്യങ്ങളിൽ അങ്ങനെ ഇപ്പം സൽമാൻ ഓഫീസിൽ പോകേണ്ട സമയം റെഡിയായി, അപ്പം ഞാൻ ഭക്ഷണം ഉണ്ടാക്കാൻ കുറച്ച് ലേറ്റായി, അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ മാത്രമേ പ്രത്യേകമായിട്ട് കഴിക്കാറുള്ളൂ. അല്ലെങ്കിൽ കൂടുതൽ നിങ്ങൾ കണ്ടിട്ടില്ലേ, നമ്മളെല്ലാവരും കൂടി ഒരുമിച്ച് തന്നെയാണ് ഡൈനിങ് ഇരുന്ന് കഴിക്കുന്നത്. കണ്ട അപ്പം നല്ല അടിപൊളി അപ്പമാണ്, നല്ല ടേസ്റ്റ് ഉള്ള ഒരു അപ്പമാണ് കേട്ടോ ഇത്. നിങ്ങൾ അപ്പപ്രേമികൾ ആരൊക്കെ ഉണ്ട്? എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പവും ഇടിയപ്പം അങ്ങനെയൊക്കെ ഉള്ളത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പത്തിരി, പിന്നെ ചപ്പാത്തി. പണ്ടൊക്കെ ആണെങ്കിൽ കൂടുതൽ ഞാൻ ചപ്പാത്തി ആയിരിക്കും ഉണ്ടാക്കിയിരുന്നത്, മക്കളൊക്കെ സ്കൂളിൽ പഠിക്കുന്ന ആ ഒരു സമയത്ത്.
കാരണം അവർക്ക് ഈ ചപ്പാത്തി ഗോതമ്പ് പുട്ട് അതിനോടൊക്കെ ആയിരുന്നു അന്ന് പ്രിയം കേട്ടോ. പിന്നെ ഈ പലരും പല വഴിക്കായല്ലോ. ഇപ്പൊ പിന്നെ സലുവും ഫാബിമോളും നമ്മൾ മാത്രമല്ലേ ഉള്ളൂ. അപ്പം ഇവരൊക്കെ ഇത് കഴിച്ചോളും, കുഴപ്പമൊന്നുമില്ല. അങ്ങനെ ഇപ്പം എന്താ നമ്മൾ കഴിക്കാനായിട്ട് വന്നിരുന്നു. അപ്പം നമുക്കൊപ്പം തന്നെ സനമോളും വന്നിരിക്കും കേട്ടോ. അപ്പം ആദ്യമൊക്കെ ഇതുപോലെ നമ്മൾ കൊടുക്കുമ്പം, ആദ്യമല്ല ഇപ്പോഴും അവൾ അങ്ങനെ തന്നെയാണ്, കുറേ ഇങ്ങനെ പിച്ചി എടുത്ത് ടേബിളിലൊക്കെ ഇടും. പക്ഷെ നമുക്ക് കാണുമ്പോൾ അയ്യോ അവിടെ വീണു ഇവിടെ വീണൊക്കെ തോന്നുമെങ്കിലും, പക്ഷെ കുഞ്ഞുങ്ങളല്ലേ, അവർ പതിയെ 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 അത് പഠിച്ചെടുക്കത്തുള്ളൂ. നമ്മളിങ്ങനെയൊക്കെ ഇരുത്തി കഴിപ്പിക്കുമ്പോൾ മാത്രമേ കുറച്ച് നമുക്ക് ടേബിൾ മാനേഴ്സ് എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട് അല്ലേ. അപ്പൊ അത് കുഞ്ഞുങ്ങൾ പഠിച്ചു വരണം. ചിലർ പറയും ഓ അങ്ങനെയൊന്നുമില്ല, അതൊക്കെ വഴിയെ അവരോരോ കാര്യങ്ങൾ ചെയ്തോളും എന്ന് പറഞ്ഞാലും അങ്ങനെയല്ല. നമ്മളെല്ലാവരും ഒരുമിച്ച് കഴിക്കാനിരിക്കുമ്പം എങ്ങനെ കഴിക്കണം, എങ്ങനെ ഇത് ചെയ്യണം, അതൊക്കെ കുഞ്ഞുങ്ങൾ എന്തെല്ലാം കാര്യങ്ങൾ കണ്ടാണ് വളരുന്നത്. അപ്പം ഇതൊക്കെ അവർ കണ്ട് വളരുന്ന, അവർ നോക്കി നിൽക്കുകയാണ് നമ്മളെങ്ങനെ കഴിക്കുന്നു, നമ്മളെങ്ങനെ എടുക്കുന്നു എന്നൊക്കെ അവരിങ്ങനെ വാച്ച് ചെയ്യും. അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ വീട്ടിലെ കുഞ്ഞുങ്ങളെ നോക്കിക്കോ, അവർ ചെറിയ കാര്യങ്ങൾ പോലും അവർ ക്യാച്ച് ചെയ്തെടുക്കുന്നില്ലേ. അപ്പം ഇതൊക്കെ ഒരു ഇമ്പോർട്ടൻ്റ് കാര്യങ്ങൾ തന്നെയാണ്. നമുക്കൊപ്പം അവരെ ഇരുത്തുക എന്നുള്ളതും അവർ കഴിക്കുന്നത് നമ്മൾ നോക്കുക എന്നുള്ളതും. അവരെ ഡിസ്റ്റർബ് ചെയ്യാനൊന്നും പോകണ്ട, അവരവിടെ ഇരുന്ന് കഴിച്ചോട്ടെ. കുറച്ച് കഴിക്കുമായിരിക്കും, ബാക്കി നമ്മൾ പിന്നെ എടുത്ത് കുഞ്ഞിന് കൊടുത്താൽ മതിയല്ലോ. പിന്നെ ഷെയറിങ് മെൻറ്റാലിറ്റി, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതെല്ലാം നമ്മൾ നിസ്സാരമാക്കി കളയുന്നത് ശരിയല്ല എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. എൻ്റെ അഭിപ്രായം പോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാം. അങ്ങനെ സനമോൾ അവിടെ നിന്ന് കുറച്ചൊക്കെ ഇതാ ഇങ്ങനെ വായിൽ വെക്കുന്നുണ്ട്. അപ്പം ഇടത് കയ്യിൽ നിന്ന് എടുക്കുമ്പോൾ ഞാൻ പറയും ഇല്ല മോളെ മറ്റൊക്കെ ഉണ്ട് കഴിക്കുന്നത്. ഇന്ന് 1-2 കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ നമ്മളിതാ രാവിലെ തന്നെ പുറത്തേക്ക് ഇറങ്ങി. ഇന്നിപ്പോ വീക്കെൻഡ് ആയിട്ടും അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ട് അല്ലേ. എനിക്ക് പൂജ അവധി വരെയല്ലേ, അതുപോലെ മഴ പെയ്തിട്ട് ഇപ്പൊ ഒരു ചെറിയൊരു വെയിൽ ഇങ്ങനെ കാണുന്നുണ്ട് കേട്ടോ. കുറച്ച് കഴിഞ്ഞാൽ മഴ പെയ്യോന്നുള്ളത് അറിയത്തില്ല. ഇവിടൊക്കെ ഇതാണ് ഓറഞ്ച് അലേർട്ടും കുറേയിടത്ത് യെല്ലോ അലേർട്ടും ആണ്. ഇന്നിപ്പോ നമ്മളിതാ ഒരാവശ്യമായിട്ട് ഒരിടത്തേക്ക് പോവാണ്. പോകുന്ന വഴിയിൽ നിങ്ങൾക്കൊക്കെ ഇൻട്രസ്റ്റിംഗ് ഉള്ള ഒരാളുടെ കൂടി നമ്മൾ കാണുന്നു. പണ്ടിവിടെ ഇരുന്ന് വേസ്റ്റ് ഒക്കെ ഇട്ടോണ്ടിരുന്നത്. ഹായ് പറഞ്ഞോളാം. ഹായ് ഹായ്. ഈ റോഡ് നിങ്ങൾക്ക് മനസ്സിലായ ഇതാണ് നമ്മളെ ടോൾ പാസ വെട്ടിച്ചു വരുന്ന റോഡ്. അതുകൊണ്ട് 120 രൂപ ഇപ്പൊ ലാഭമായി. അതായത് വാഴമുട്ടാണ് ഈ സ്ഥലത്തിന്. അവിടെ ഒന്ന് കയറും. നിങ്ങളല്ല ഇത് ചെയ്യണമെന്നല്ല, ഇനിയും വഴികളുണ്ട് എന്ന് പറയുക. ആകാശം നോക്കിക്കേ, പഞ്ഞിക്കെട്ട് പോലത്തെ. ഇത് സമയ ഇന്നലെ മെറിഞ്ഞൊക്കെ ഉഗ്രം മഴയാണെന്ന് പറയുമോ ഇപ്പൊ കണ്ടിട്ട്? ഏറ്റവും രസകരമായിട്ടൊരു കാര്യം പറയട്ടെ, സ്കൂളിനൊക്കെ അവധി പ്രഖ്യാപിച്ച അടുത്ത മണിക്കൂറിൽ മഴ തീർന്നു. ഇപ്രാവശ്യം എന്തോ ഒരു അവധിയാണ് കിട്ടുന്നല്ലേ. ആ റോഡ് എന്തൊരു ഭംഗിയല്ലേ ഈ ഹൈറ്റിൽ നിന്ന് അങ്ങനെ കാണുമ്പോഴേ. ഇത് പറയല്ലോ നാട്ടുപുറങ്ങളില്, നാട്ടുംപുറം നന്മകളാൽ സമൃദ്ധം. അപ്പൊ നമ്മള് കാണാൻ വന്ന വ്യക്തിയെ ഇതുവരെ ചോദിച്ചിട്ട് ഞാൻ പറഞ്ഞില്ലായിരുന്നല്ലോ, നമ്മളുടെ വിനോദ് സാറാണ്, മെന്റലിസ്റ്റ് വിനോദ് സാർ കേട്ടോ. അപ്പൊ ഞങ്ങള് ഇതുവരെ എവിടേക്കാണ് വന്നത് എന്ന് പറഞ്ഞിട്ടില്ലല്ലോ. ഇവിടെ വരുന്ന ആളിനെ കാണിക്കുമ്പോൾ ശരിക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. നമ്മൾ മെന്റലിസ്റ്റ് വിനോദ് സാറിന്റെ വീട്ടിലാണ് വന്നിരിക്കുന്നത്. കുറെ നാളുകൊണ്ട് തന്നെ നമുക്ക് കാണണം എന്ന് വിചാരിച്ചിരുന്ന് അല്ലെ, നമ്മൾ പല പല സാഹചര്യങ്ങൾ കൊണ്ട് അങ്ങനെ കാണാൻ പറ്റാതായി ട്രാവൻകൂറിനുള്ള അവിടെ വെച്ചിട്ടാണ് നമ്മൾ ഒരുപാട് നാളായാലും സോറി ലുലു മോളില് അതെ അതെ അതെ. അപ്പൊ കുറെ നാളായി. പിന്നെ അന്ന് മുതലേ ഇങ്ങനെ ഈ പല എല്ലാം കൂടി ഒത്തൊരു സാഹചര്യം വരുമ്പോഴല്ലേ നടക്കത്തുള്ളൂ. അങ്ങനെയാണ് ഇന്നാണ് എല്ലാം ഒത്തു വന്നത്. ഒരുപാട് സന്തോഷം എന്റെ വീട്ടിലേക്ക് വന്നതില് കേട്ടോ. ഞാൻ ഒരുപാട് കാലമായിട്ട് വീഡിയോ ഒക്കെ കാണുമെങ്കിലും നേരത്തെ കാണണം, എന്തെങ്കിലുമൊക്കെ സംസാരിക്കണം എന്നൊക്കെ ആഗ്രഹിച്ചിരുന്നു. അന്ന് നമ്മളെ പ്രോഗ്രാം കഴിഞ്ഞപ്പോ പരിചയപ്പെട്ടു. അത് കഴിഞ്ഞിട്ട് പോയതാ. കാരണം എന്താ വെച്ചാൽ നമ്മളിപ്പോ ഒരു പ്രോഗ്രാമിലൊക്കെ ചെല്ലുമ്പോ നമുക്ക് ഇങ്ങനെ കാഷ്വലായിട്ട് അങ്ങനെ സംസാരിക്കാനുള്ള അവസരങ്ങളൊക്കെ കുറവായിരിക്കും. മറ്റു തിരക്കുകളും ഒക്കെ ആയിട്ട് അങ്ങനെ പോവല്ല. നമുക്ക് എന്തായാലും സാറിന്റെ അടുത്ത് ചോദിച്ചൊക്കെ എനിക്ക് ഇങ്ങനെ സാറിനെയൊക്കെ കാണുമ്പോൾ കുറേ ചോദ്യങ്ങളും ഒക്കെ നമ്മളുടെ മനസ്സിൽ സ്വാഭാവികമായിട്ട് വരുമല്ല.
ആദ്യം ഒരു ചോദ്യം ഞാൻ സാറിനോട് ചോദിച്ചിരുന്നതാണ്, ഇതിലേക്ക് സാർ എങ്ങനെ എത്തിയ? വേറെ കാര്യം, സാറിന്റെ പ്രൊഫഷൻ കൂടി ഒന്ന് പലർക്കും അറിയത്തില്ലായിരിക്കും. ഞാൻ ഹൈസ്കൂൾ അധ്യാപകനാണ്, സ്കൂളിലെ ടീച്ചറാണ്. ഇവിടെ അടുത്ത് മരുതൂർക്കോണം PT വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകനാണ്. പിന്നെ ഇപ്പോൾ ഇതിലേക്ക് എത്തിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് മുതൽ തന്നെ ഞാൻ സ്റ്റേജ് ഷോ ഒരുപാട് ചെയ്തിരുന്നു. നമ്മുടെ സുരാജ് വെഞ്ഞാറുമൂടിൻ്റെയൊക്കെ സ്റ്റേജ് ഷോയുടെ ആങ്കറൊക്കെ ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് കോവിഡിന് തൊട്ട് മുമ്പുള്ള പീരീഡിൽ എൻ്റെ പ്രിയപ്പെട്ട ഒരു സുഹൃത്ത് സജി വിജയൻ എന്ന് പറഞ്ഞിട്ട് സുഹൃത്ത്, പുള്ളി വീണ്ടും നമ്മൾ കാണുകയും പുള്ളി ലോകത്തിലെ തന്നെ ഈ മെന്റലിസ്റ്റുകളുമായിട്ടൊക്കെ ഒരുപാട് കൊളാബറേറ്റ് ഊളു സ്കൂൾ ഓഫ് മെന്റലിസം. അപ്പോൾ വീണ്ടും നമ്മളത് കാണുകയും വീണ്ടും ഇതിനെക്കുറിച്ചൊക്കെ സംസാരിക്കുകയും അങ്ങനെ കോവിഡിന് തൊട്ട് മുമ്പ് ഇതിൻ്റെ റിസർച്ചും കാര്യങ്ങളൊക്കെ ഒരുപാട് ചെയ്യുക. അങ്ങനെയാണ് ഞാൻ ഈ മെന്റലിസത്തിലോട്ട് വരുന്നത്. പിന്നെ എനിക്ക് തോന്നിയിട്ടുള്ള, എനിക്കെന്നല്ല, എനിക്ക് തോന്നുന്നു എന്നെ പോലുള്ള പലർക്കും ചിലപ്പോൾ ഈ ഒരു സംശയം വരും, മാജിക്കും മെന്റലിസ്റ്റ്, അതായത് ഇത് രണ്ടും തമ്മില് താരതമ്യം, അതായത് എന്തെങ്കിലും ഒരു ബന്ധമുണ്ടോ? അതെ, നമുക്ക് വേണമെങ്കിൽ പറയാം മാജിക്കിന്റെ ഒരു ഹൈ എൻഡ് വേരിയേഷൻ എന്ന് പറയാം. പക്ഷെ മാജിക്കും മെന്റലിസവും എൻറ്റയർലി ഡിഫറെന്റ് ആണ്. മനസ്സിലായില്ലേ? അത് നമുക്ക് ചിലപ്പോൾ നമ്മളൊരു ഫ്രീ ഓപ്ഷൻ എന്നുള്ള രീതിയിൽ ചിലപ്പോൾ സ്റ്റേജിലൊക്കെ പെർഫോം ചെയ്യുമ്പോൾ ചിലപ്പോൾ നമുക്ക് പറ്റിപ്പോവല്ല, അബദ്ധം പറ്റിപ്പോവല്ല. അപ്പൊ അത് ഓവർകം ചെയ്യാൻ കരുതി ചിലപ്പോൾ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, ചില മെന്റലിസ്റ്റുകളെങ്കിലും അത്തരം ചില കാര്യങ്ങൾ ഉപയോഗിക്കാറുണ്ട്. പക്ഷെ ഇത് രണ്ട് എൻറ്റയർലി ഡിഫറെന്റ് ആണ്. നമ്മളൊരു മെജീഷ്യൻ എന്ന് പറയുമ്പോൾ നമ്മൾ ചില എക്യുപ്മെന്റ്സുകൾ വെച്ചിട്ട് അല്ലെ, മാജിക്കിന്റെ പ്രോപ്പർട്ടി വെച്ചിട്ട് ചിലപ്പോൾ ചെയ്യുന്നു. ഇത് നിങ്ങളുടെ മൈൻഡാണ്. നമ്മുടെ എന്താണ്, നമ്മളുടെ അന്നത്തെ ആ വീഡിയോ ലുലുമോളിൽ വെച്ചുള്ള വീഡിയോ കണ്ടവർക്ക് മനസ്സിലാവും. ഫാബിമോളാണ് ഒരു ഈ ഓഡിയൻസിൽ നിന്ന് ഒരാളിനെ വിളിച്ചപ്പോ ഫാബിമോളാണ് പോയത്. പല കാര്യങ്ങളൊക്കെ ചിന്തിക്കാൻ പറഞ്ഞു. അങ്ങനെയൊക്കെ ചിന്തിച്ച് അതിന്റെ ഉത്തരം അവളുടെ മനസ്സിലുണ്ടായിരുന്നത് സൽമാനായിരുന്നു. പക്ഷെ സാറ് സൽമാനെ കണ്ടിട്ട് പോലും ഇല്ല, നമുക്ക് സാറിന് അപ്പൊ പരിചയം പോലും ഇല്ല. ആ സമയത്ത് ഇങ്ങനെ ഒരു പേര് സാർ അത് പറയുമ്പോൾ സത്യം പറഞ്ഞാൽ അതിശയം തോന്നിയിട്ടുണ്ട്. ഇവിടെ ഒരു വലിയ സെലിബ്രേറ്റ് വന്ന സ്ഥിതിക്ക് എന്തെങ്കിലും ഒരു സംഭവം ഞാൻ ചെയ്യാം. ഓക്കെ, ഫുഡ് റിലേറ്റഡ് വേണോ അല്ലാതെ വേണോ? ഫുഡ് റിലേറ്റഡ് ആകുമ്പോൾ നമുക്കൊരു പ്രശ്നം എന്ന് പറയുന്നത് നിങ്ങളുടെ ചാനലുകളിലെല്ലാം ഈ ഫുഡ് റിലേറ്റഡ് സാധനം വരുന്നത് കൊണ്ട് ഒരു പക്ഷേ അതാണ്. അല്ലാത്തത് എന്തെങ്കിലും നമുക്കൊരു യാത്ര പോയാലോ? യാത്രയൊക്കെ ഭയങ്കര ഇഷ്ടമല്ലേ? അപ്പോ ഒന്ന് കണ്ണടയ്ക്ക. നമ്മളിപ്പോ ഒരു യാത്ര പോയിക്കൊണ്ടിരിക്കുന്നതായിട്ട് ഒന്ന് ഇമാജിൻ ചെയ്യുക. ഓക്കെ, ഒരു പ്രധാനപ്പെട്ട ഒരു ഡെസ്റ്റിനേഷനിൽ നമ്മളൊരു സ്ഥലത്ത് എത്തി. അവിടെ ഒരു വലിയ ബോർഡിൽ ആ സ്ഥലത്തെക്കുറിച്ച് എഴുതി വെച്ചിട്ടുണ്ട്. ഓക്കെ, ആ സ്ഥലം ഇങ്ങനെ മനസ്സിൽ നന്നായിട്ടൊന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. ഓപ്പൺ യുവർ ഐസ്. ഞാനൊരു സ്ഥലം എഴുതി. ഇത് ശരിയാവത് 100% ഒരിക്കലും ഞാനത് ക്ലെയിം ചെയ്യുന്നില്ല ഒരു കാര്യവും. ഏതായിരുന്നു ആ സ്ഥലം? കണ്ടതാ? പൊന്മുടി. ഭയങ്കര ഇഷ്ടമാണ്. പൊന്മുടി ഇഷ്ടമാണ്. അപ്പൊ പൊന്മുടി പോയിട്ടുണ്ട്. എത്ര തവണ പോയിട്ടുണ്ട്? പൊന്മുടിയിൽ കുറെ തവണ പോയിട്ടുണ്ട്. പൊന്മുടി ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സ്ഥലമാണ്. കാമാൻഡ് കൊയ്റ്റായിട്ടുള്ള ഒരു സ്ഥലമാണ് ഈ പൊന്മുടി. എനിക്കറിയാം എന്തെങ്കിലും മാർഗമുണ്ടോ? പൊന്മുടി അറിയാല്ല, പൊന്മുടിയെ കുറിച്ച് ചിന്തിക്കുക എന്നുള്ളത് സാറിന് അറിയാൻ മാർഗമില്ല. കാരണം എന്ന് പറഞ്ഞാല് ഞാൻ എന്റെ കണ്ണടച്ചിട്ട് പറയുന്നത് സാർ എങ്ങനെ അറിയുന്നത്? സത്യം ഇവിടെ ഇരിക്കുമ്പോഴേ ഭയം തോന്നുന്നു. നമ്മുടെ മനസ്സിലുള്ളതൊക്കെ പൊന്മുടി ഭയങ്കര പൊന്മുടി പെട്ടെന്ന് വന്ന തോട്ടല്ലേ? അതെ അതെ. ആദ്യം ഞാൻ അങ്ങ് അസർബൈജാനിൽ പോവാന്ന് വിചാരിച്ചേ. വേണ്ട, നമ്മുടെ സാറിങ്ങനെ യാത്ര പോവാന്ന് പറഞ്ഞപ്പോഴേ പക്ഷെ ഭയങ്കര ഒരു അതിശയം തോന്നുന്നുണ്ട് കേട്ടോ. ഈ ഒരു സ്ഥലം അങ്ങനെ അതെങ്ങനെ കഴിയുന്നു സാർ? അതാണ് മെന്റലിസം എന്ന് പറയുന്നത്. ഇതിനകത്ത് നമ്മള് നിങ്ങളുടെ തോട്ടാണ് ഈ മെന്റലിസത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലം. നിങ്ങളുടെ മനസ്സ് വെച്ചുകൊണ്ട് ആക്ച്വലി എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ്? നല്ല എക്സ്പീരിയൻസ്. കാരണം ഇപ്പൊ ആ ഒരു സ്ഥലത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പൊ നമുക്കൊക്കെ ആർക്കും നമുക്കൊരു ട്രാൻസ്പോർട്ട് ബസ്സിൽ കയറിയാൽ പോലും എത്താവുന്ന ഒരു സ്ഥലമാണ്. പക്ഷേ അത് സാറിനെ മനസ്സിലാക്കി എന്നുള്ളതാണ്. അതെ, വൈഡ് ആയിട്ടുള്ള ഒരുപാട് സ്ഥലങ്ങളുണ്ട്. ഏത് വേണമെങ്കിലും ചിന്തിക്കാനുള്ള ഒരു ഇതുണ്ടായിരുന്നു.
ഭയങ്കര അതിശയം തോന്നുന്നുണ്ട്. ഓക്കെ, നമുക്കിനി എന്തായാലും വെള്ളം കുടിച്ചിട്ട് സനമോള് തിങ്ക് ചെയ്യണോ? സനമോള് എഴുന്നേറ്റ്. സനമോള് ആന്റി നോക്കിക്കേ, ആന്റി വിളിക്കുന്നു. പരിചയമായ കുഴപ്പമില്ല. പിന്നെ ഇതൊക്കെ കഴിഞ്ഞപ്പോഴേക്ക് 1-2 ഐറ്റം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊന്ന് പുറത്തേക്ക് ഇറങ്ങിയതാണ് കേട്ടോ. അപ്പം അത് നമ്മളുടെ റീൽസിൽ ഇട്ടിട്ടുണ്ട്, നിങ്ങൾ നോക്കിയാൽ അത് കാണാൻ പറ്റും കേട്ടോ. ഇത് കണ്ടോ, നല്ല ഭംഗിയുണ്ട്. ഇവിടെ നല്ല പച്ചപ്പും നല്ല കാറ്റും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മളിതാ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. ഇതൊക്കെ കുറച്ച് നമുക്ക് മനസ്സിനൊക്കെ നല്ല സന്തോഷം നൽകുന്ന കുറച്ച് നിമിഷങ്ങൾ തന്നെയാണ്. പിന്നെ ഇവരെല്ലാം നമ്മളെ വീട്ടിലേക്ക് ക്ഷണിച്ചു. സാറും സാറിൻ്റെ വൈഫും മോനും മാത്രമേ ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പം അവർ തീർച്ചയായിട്ടും വരാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഇപ്പം യാത്ര പറഞ്ഞ് നമ്മൾ ഇവിടെ നിന്ന് പോവാണ് കേട്ടോ. നമ്മുടെ സിറ്റിയിലൊക്കെ ആകുമ്പോഴേക്ക് എല്ലാ വീടുകളും അടുത്തടുത്തല്ലേ കാണുന്നത്. ഇവിടെ ഇങ്ങോട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ ഇതാ ഒരു വീട് കഴിഞ്ഞ് പിന്നെ കുറേ പച്ചപ്പും മരങ്ങളും റോഡും ഒക്കെ കഴിഞ്ഞായിരിക്കും അടുത്ത വീട്. അത് കാണുമ്പോൾ തന്നെ നല്ല രസമാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങൾ. നിങ്ങൾക്കൊക്കെ സിറ്റി ലൈഫാണോ ഇഷ്ടം, അതേ ഇതുപോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ താമസിക്കുന്നതാണോ ഇഷ്ടം? ഇങ്ങനെ വരാനും കാണാനും ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഹലോ, തിരുവല്ലത്ത് മീൻ മുട്ട ഉണ്ടാ? ഓക്കെ, എനിക്ക് ലൊക്കേഷൻ ഒന്നിട്ട് തരാമോ? ഈ സമയമായപ്പം വിളി തുടങ്ങിയെന്ന് പറഞ്ഞു. വിശപ്പിന്റെ വിളി അറിഞ്ഞു. സാധാ വിശപ്പല്ല, കൂടിയ വിശപ്പ്. അതെന്താന്നറിയാം, നേരത്തെ തീരുമാനിച്ചു ഇങ്ങോട്ടാണ് വരുന്നുള്ളതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും ആഹാരം ഇവിടുന്ന് കഴിക്കാം എന്നുള്ള ചിന്ത ഉള്ളതുകൊണ്ടാണ് അങ്ങനെയൊക്കെയാണ് വരുന്നത്. അല്ല സൽമാനെ, ഞാൻ എപ്പോഴും വിചാരിക്കും കേട്ടോ, നമ്മളെല്ലാരും ഉള്ളപ്പോ വൈകുന്നേരം പണ്ടൊക്കെ നമ്മൾ അങ്ങനെ വന്നിട്ടുണ്ട്. വീട്ടിൽ ഒന്ന് ഗ്രില്ല് ചെയ്യുന്നത് എല്ലാരും ഉള്ളപ്പം. അല്ല അതുകൊണ്ട് അങ്ങനെയല്ല, ഇതുപോലെ വിഴിഞ്ഞത്തൊന്നും നമ്മൾ പറയണ മീന് പറഞ്ഞിട്ട് ഇപ്പൊ ഒരുപാട് റെസ്റ്റോറന്റ് ഇല്ലേ ഇല്ലടേ. ഇവിടെ വന്നപ്പോൾ നമ്മളുടെ തിരുവനന്തപുരത്തിന്റെ സ്വന്തം കിഡിലോസ്കി നിക്കാണ്. നമ്മളെ സൽമാന്റെ ഫ്രണ്ടും കൂടിയാണ് കേട്ടാ. എന്തുണ്ട്, സുഖം തന്നെ? ഹലോ, മോനിപ്പോ എത്രേ? മോന് ഒരാള് 7ാം ക്ലാസ്സില്. അറിയല്ലേ? ഇന്നല്ലോ. ഇന്നിപ്പം ഈ തരം മീനുകളാണ് ഇവിടെ ഉള്ളതെന്നാണ് പറഞ്ഞത്. പപ്പടം കിട്ടിയ ഇത് വേറെ ഇതുപോലത്തെ ഹോട്ടലൊക്കെ പോയി ബാച്ചിലേഴ്സൊക്കെ പോവാണെങ്കിൽ ഇതിന്റെ തെറ്റിദ്ധരിക്കും. നമ്മളൊക്കെ ആയതുകൊണ്ട് കുഴപ്പമില്ല. കഞ്ഞിവെള്ളമാണ് കേട്ടാ. തെറ്റിദ്ധരിക്കരുത്. കാരണം മീൻ മുട്ടയൊക്കെ കഴിക്കുമ്പോ ഞാൻ പറഞ്ഞില്ലേ ഇന്നിപ്പോ നമുക്ക് 1-2 കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോഴേക്ക് ഉച്ചയായപ്പോഴാണ് നമ്മൾ ഭക്ഷണം കഴിക്കാനായിട്ട് ഇങ്ങോട്ടേക്ക് വന്നത്. അപ്പം ഞാൻ സലുവിൻ്റെ അടുത്ത് പറയുന്നുണ്ടായിരുന്നു, ഈ വിഴിഞ്ഞം, കോവളം ഈ സൈഡിലൊക്കെ ആണല്ലോ സീ ഫുഡിൻ്റെ സ്ഥലം എന്ന് പറയുന്നത്. അപ്പം സലു പറയുന്നുണ്ട്, ഉമ്മ അതൊക്കെ ഇപ്പം ലൈവായിട്ട് നമുക്ക് അവർ ഇങ്ങനെ ഗ്രില്ല് ചെയ്തും കുക്ക് ചെയ്തും ഒക്കെ കിട്ടുന്നതെന്ന് പറഞ്ഞാൽ രാത്രി വേണം 6 മണിക്ക് ശേഷം. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ പോകാമെന്ന് പറഞ്ഞു. പക്ഷേ ഇനിയിപ്പം നമുക്ക് അങ്ങോട്ടേക്ക് പോകേണ്ട ആവശ്യവും ഇല്ല. അപ്പം നിസാറിക്ക പറഞ്ഞു അങ്ങനെ വേണ്ട, ഇപ്പം കിട്ടുന്നത് എന്താന്ന് വെച്ചാൽ വാങ്ങി കഴിച്ചാൽ മതി. ഇനിയിപ്പം തിരിച്ചിനി അങ്ങനെ വൈകുന്നേരം വരെ ഒന്നും കറങ്ങി നിൽക്കാനുള്ള ടൈമില്ല. നിസാറിക്കക്ക് പോയിട്ട് അത്യാവശ്യം ഉണ്ടെന്ന് പറഞ്ഞു. എല്ലാവരും കഴിച്ചിട്ട് പോയി. ലാസ്റ്റ് എനിക്കിനി ഈ തലയൊക്കെ കഴിച്ച് തീർക്കാനുണ്ട്. പണ്ടൊക്കെ എടുത്തു കഴിഞ്ഞാലുണ്ടല്ലോ, ഞാനാണ് ആദ്യം ഫുഡ് കഴിച്ചിട്ട് എഴുന്നേക്കുന്ന ആളെ. ഇപ്പം ഏറ്റവും ലാസ്റ്റാണ് ഞാൻ കഴിച്ചെഴുന്നേക്കുന്നത്. അതെന്താണ് അതിൻ്റെ ഇതൊന്നും എനിക്കും അറിയത്തില്ല കേട്ടോ. എനിക്കിങ്ങനെ പതുക്കെ കഴിക്കാനേ ഇപ്പം സാധിക്കുന്നുള്ളൂ കേട്ടോ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞ ശേഷം വെളിയിലേക്ക് ഇറങ്ങിയപ്പോൾ അത്യാവശ്യം നല്ല വെയിലും ചൂടും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം നല്ല ദാഹവും ഉണ്ട് കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞ് നമുക്ക് പോണ വഴിയിൽ എനിക്ക് എന്തെങ്കിലും ജ്യൂസോ നാരങ്ങ വെള്ളം എന്തെങ്കിലും വേണം. അപ്പം നിസാറിക്ക് പറഞ്ഞ് ജ്യൂസും നാരങ്ങ വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ടുള്ള ദാഹമാണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അല്ല, എനിക്ക് വല്ലാതെ അങ്ങ് ദാഹിക്കുന്നതെന്ന് പറഞ്ഞു. അങ്ങനെ നോക്കിയപ്പോഴേക്കും നൊങ്കൊക്കെ ഇങ്ങനെ കൂട്ടിയിട്ടിരിക്കുന്നതിൻ്റെ ഒരു കടയിൽ. അപ്പോൾ അങ്ങനെ സലുവിനെ കാർ അങ്ങോട്ടേക്ക് ഒതുക്കി. അപ്പം ഞാൻ പറഞ്ഞു കാറിൽ കൊണ്ടുത്താടേ, ഞാൻ വണ്ടിയിൽ ഇരിക്കാമെന്ന് പറഞ്ഞു. ഇല്ലല്ലോ ഉമ്മ ഇവിടെ വന്നങ്ങ് കുടിച്ചോണ്ടാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ അവിടെ ചെന്നു നൊങ്കാണ് പറഞ്ഞത് കേട്ടോ, പിന്നെ സർബത്തും. അപ്പോൾ നിസാർക്ക് ചോദിച്ചു നീയല്ലേ ദാഹിക്കുന്നെന്ന് പറഞ്ഞു. പിന്നെ ഈ നൊങ്ക് കുടിച്ചാൽ എങ്ങനെ ദാഹം മാറുന്നു? സത്യം പറഞ്ഞാൽ ഇപ്പം നമ്മൾ ഊണ് കഴിച്ച് കഴിഞ്ഞിട്ട് ഇതും കൂടി ആയപ്പോഴേക്കും എൻ്റെ വയർ ഫില്ലായി കേട്ടാ.
അപ്പോൾ പിന്നെ ഇനിയിപ്പം വെള്ളം കുടിക്കാനുള്ള സ്ഥലം ഇല്ല എന്ന് തന്നെ പറയാം. ഇങ്ങനെ എല്ലാവരുമായിട്ട് നിൽക്കുമ്പോൾ പുറത്തൊക്കെ ഇറങ്ങുമ്പോൾ നല്ല സന്തോഷമാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എല്ലാവരും വീട്ടിലുള്ളപ്പം വലിയ ധൃതിയും കാര്യങ്ങളും ഒന്നും ഉണ്ടാവാതെ നമ്മൾ പുറത്തൊക്കെ ഇറങ്ങി വരുമ്പോൾ അതൊരു രസം തന്നെയല്ലേ. അപ്പം ഞാൻ പറഞ്ഞു പോണ വഴിയിൽ നമുക്ക് പാല് വാങ്ങിയിട്ട് പോകണം ചായ ഇടാൻ വേണ്ടിയിട്ടേ. എന്താണ് ആദ്യമായി ഞാൻ ഇതാ ഈ മിൽമ മിൽക്ക് ഇതുപോലെ ബോട്ടിലുള്ളത് വാങ്ങിക്കുകയാണ്. കൊള്ളാമല്ലേ? എനിക്ക് ഇവരുടെ ഈ ഒരു കളർ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളുടെ ഇന്നത്തെ വിശേഷങ്ങൾ. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറന്നു പോരുത്. പിന്നെ റെസിപ്പി വേണ്ടവർ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം കേട്ടോ. അടുത്ത നല്ല റെസിപ്പിയോ വ്ളോഗോ ആയിട്ടൊക്കെ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ.